നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു കിഡിലൻ സ്റ്റിക്കർ കീബോർഡാണ്. ഈ ഒരു കീബോർഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിക്കർ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ഫേസ് വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് ഇതിനകത്തുള്ളത്. മിറർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾ കുറച്ച് സെറ്റിങ്സ് എല്ലാം ചെയ്യേണ്ടതുണ്ട്. ചെയ്ത് നിങ്ങൾ സെൽഫി എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതുപോലുള്ള നല്ല നല്ല സ്റ്റിക്കേഴ്സ് നമുക്ക് കിട്ടും. ഒരുപാട് തരത്തിലുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ നമ്മുടെ മലയാളം ലാംഗ്വേജ് ഇല്ലെങ്കിലും അവർ ഈ ഇന്ത്യയിലുള്ള പകുതിയിൽ കൂടുതൽ ലാംഗ്വേജസും ഇൻസ്റ്റാൾ ചെയ്യും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കിഡിലൻ ആപ്ലിക്കേഷനാണ്. നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കണ്ടോ, നല്ല രീതിക്ക് തന്നെ എൻ്റെ ഒരു സെൽഫിയാണ് ഇതിനകത്ത് എടുത്തത്. പക്ഷേ അത് കറക്റ്റായിട്ടാണോ വന്നതെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഈ മീശയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്തത്. ഫസ്റ്റ് നിങ്ങൾ എടുത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സെൽഫി എടുക്കാൻ പറയും. സെൽഫി നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ നല്ലൊരു സെൽഫി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹെയറും കൂടി കാണണ രീതിയിലുള്ള സെൽഫി എടുക്കുക. എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ളൊരു ഇത് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു നീഗ്രോക്കാരെ പോലെയൊക്കെ ഹെയർ കിട്ടും. കണ്ടോ, ഇപ്പോൾ എൻ്റെ സ്റ്റിക്കർ വന്നിട്ടുണ്ട്. അതിന് നമുക്ക് കുറച്ച് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനത്തെ രീതിയിലാണെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് മാറ്റാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ചുരുണ്ട മുടി അല്ലെങ്കിൽ ഇങ്ങനത്തെ വേറെ സ്റ്റൈലിലെ മുടിയാണ് വേണ്ടതെന്നുള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഗ്ലാസസ് വയ്ക്കാൻ പറ്റും, പിന്നെ താടി വയ്ക്കാനായിട്ട് പറ്റും, പിന്നെ തൊപ്പി വയ്ക്കാനായിട്ട് പറ്റും. നിങ്ങൾക്കിപ്പോൾ താടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താടി വയ്ക്കാം, കട്ടിത്താടിയാണെങ്കിൽ കട്ടിത്താടി വയ്ക്കാം, ചെറിയ താടിയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ താടി വയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്റ്റിക്കറിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആനിമേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റിക്കറിനെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റിക്കേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ടതായിട്ടില്ല. പിന്നെ ചേഞ്ച് ഇമോജി ലാംഗ്വേജ് നോക്കിയാൽ കണ്ടോ, നമുക്ക് പോർച്ചുഗീസ് ബ്രസീലൊക്കെയാണ് കിടക്കുന്നത്. അല്ലാണ്ട് ഇന്ത്യയിലെ വേറെ ലാംഗ്വേജസ് ഒന്നും വന്നിട്ടില്ല. അവർ ഇനി അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ അപ്ഡേഷൻ വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് തരത്തിലുള്ളതുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ചാറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഒരു ഗൂഗിൾ കീബോർഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ മേളിലായിട്ട് നമുക്ക് സ്റ്റിക്കേഴ്സ് വന്നിട്ടുണ്ട്. നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സ്റ്റിക്കേഴ്സ് ആയിരിക്കും നമുക്ക് അതിനകത്ത് വരിക. കണ്ടോ, നമുക്ക് ആദ്യം തന്നെ കുറച്ച് സജസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് അവിടെ ആദ്യം തന്നെ തന്നിട്ടുണ്ട്. ആ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എല്ലാം ഓപ്ഷൻ അവിടെയുണ്ട്. അവിടെ ഒരു ഗ്ലോബിൻ്റെ സിമ്പിളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വേറെ സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ കടമ്പയായ അല്ലെങ്കിൽ ആദ്യത്തെ ഒരാളുടെ ഒരു യൂട്യൂബറിൻ്റെ ഏറ്റവും വലിയ മോഹം എന്ന് പറയുന്നത് 1,00,000 സബ്സ്ക്രൈബർ എത്തുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ 96,000 സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ട്. നമുക്കിനി ഒരു 4,000 സബ്സ്ക്രൈബേഴ്സും കൂടിയാണ് 1,00,000 സബ്സ്ക്രൈബേഴ്സ് എത്താൻ വേണ്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമുക്ക് 1,00,000 സബ്സ്ക്രൈബ് കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു ഗിവ് അവേ വരുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എങ്ങനെയെങ്കിലും, അല്ലെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് നമുക്ക് 1,00,000 സബ്സ്ക്രൈബറിലേക്ക് എത്തുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് ഇതിനകത്ത് അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റാനായിട്ടുള്ള ഒരു വഴി ഞാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ ആ ഒരു വീഡിയോ പോപ്പപ്പ് ആഡ് മാറ്റാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കാരണം ഈ ഒരു കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. അപ്പോൾ